ഇന്ന് രാവിലെ ഇവിടെ മാനേജർ വരുമെന്നും മാനേജറാണെങ്കിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു. നിങ്ങൾ പലരും വിചാരിച്ചിരുന്നു അല്ലെ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചതല്ലേ. പക്ഷെ മാനേജർ ഷുഡ് അഡ്രസ് there are many things. ഇപ്പോൾ ഈ വർഷം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർഷം അതിനു വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ജക്ട് ഹെഡിനൊക്കെ വെച്ചത്. യു റിമെമ്പർ? എല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ഉള്ള കാര്യം. സബ്ജക്ട് ഹെഡ് സെഷൻ ഹെഡ് അറിയാമായിരുന്നു. അവരുടെ ഡ്യൂട്ടി എന്തായിരുന്നു? സെഷൻ ഹെഡിന്റെ ഒക്കെ നിങ്ങൾക്ക് ഒരു ധാരണയില്ല. അവരാണല്ലോ പറയുന്നത് അല്ലെ. സെഷൻ ഹെഡ്സ് വെയർ ആഫ്റ്റർ മെനി തിങ്സ്. ഇപ്പൊ അവസാനം ഒരു റിപ്പോർട്ട് എടുക്കുമ്പോൾ ഞാൻ ഐ വാസ് തിങ്കിങ് ലൈക്ക് വൈ ഷുഡ് ബി ഹാവിങ് അപ്പോയിന്റ്മെന്റ് ലൈക്ക് സെക്ഷൻ ഹെഡ്. എന്തിനാണ് സെക്ഷൻ ഹെഡിനെ കൂടെ ബർഡൻ ചെയ്യിപ്പിച്ചത്? അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണോ, അത് ഞാൻ സെക്ഷൻ ഹെഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. അതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും സെക്ഷൻ ഹെഡ്സിന് അത് പറയാനായിട്ട് ഉള്ള അവസരമുണ്ട്. അവർ പറയണമല്ലോ, ബിക്കോസ് ഒരു അപ്പോയിന്റ്മെന്റ് they are responsible for many things. And ഈ ഇതെന്തിനാണ്? ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റണ്ണിങ്ങിന് വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പേരൻസ് എനിക്ക് ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിക്കും അബൌട്ട് ടീച്ചേഴ്സ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാധനം ഞാൻ പേഴ്സണലായിട്ട് ഇതുവരെ വായിച്ചിട്ടില്ല. ഞാൻ പലവശം പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിക്കത്തില്ല. ഐ റെസ്പെക്ട് ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ അതിനി അങ്ങനെ വായിക്കാതിരിക്കുന്നത് കാര്യമില്ല. മനസ്സിലായി? ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ തന്നെ അഡ്രസ്സിലാണ് കേട്ടോ. ഞാൻ അതിന്റെ ഉറക്കെ എല്ലാം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ട് ഇല്ല അങ്ങനെ ആരും As we celebrate 11 beautiful years of love together, I want you to know that you are the heartbeat of my life. Loud. Loud. As I celebrate 11 years of love together, I want you to know that you are the heartbeat of my life. Even though we are far from each other, I never truly feel the distance because I feel your love in every heartbeat of my existence. I'm never worried about our family's future because you take care of my mother and our children. Continue. Finish off. പേരൻസ് കൊള്ളാലോ. My mother and our children with so much love, even more than I could when I am not there. Words from my education are not enough to express how deeply I love you, but I know you can feel it in your heart. I always thank God for giving you to me as my lover, my best friend, and most caring mother to our children, and the most wonderful wife. ഇപ്പോഴേ ആദ്യത്തെ സെൻസ് വായിച്ച് ചിലപ്പോൾ അങ്ങനെ എഴുതാൻ വേറെ അല്ല, എന്നാലും ആ ഫസ്റ്റ് സെൻസ് വായിക്കുമ്പോൾ My love for you is the same as it was on the first day, and it will stay until my very last heartbeat. Happy anniversary, my sweet
അത് ഫുള്ള് വായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. Actually, in the next 20 So this is the wedding anniversary of Neenu. You see, the name was there in my mind, so I displaced also. This is the wedding anniversary of Neenu and Dilip. All the way from Dubai. So, നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ അപ്പൊ ഇതിപ്പോ ഹാപ്പി ബർത്ത്ഡേ പാടാൻ പറ്റിയല്ലോ. കൈയും കാലും വരയ്ക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ലല്ലോ. അതാ ഈ മെമ്മോ ആകുമ്പോഴത്താ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ എനിക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളത് വേണം ഇങ്ങോട്ട് കൊടുത്തോ. അല്ല ഇത് ഇങ്ങോട്ട് എന്നെ ഒരാഴ്ച മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇതുപോലെ ഒരു വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പൊ ഒരു കേക്ക് മുറിക്കാവോ ഒരു ഗിഫ്റ്റ് കൊടുക്കാവോ എന്ന് ചോദിച്ചു. ഇറ്റ് ഈസ് ഓൺ 29th, റൈറ്റ്? 29th ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി വി ക്ലോസ് ഓൺ 28. അപ്പൊ ഞങ്ങൾക്ക് ഇത് നല്ല പ്രാക്ടീസ് ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇത് കണ്ടിട്ട് വേറെ അപ്പൊ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? എക്സാം ഒക്കെ അല്ലേ. അപ്പൊ ഇപ്പൊ നാളെ ഞാൻ ഇല്ലാത്തോണ്ടാണ് ഞങ്ങൾ ഒരു ദിവസം നേരത്തെ ഇത് ചെയ്തത്. അപ്പൊ ദിസ് ഈസ് എ ഗിഫ്റ്റ് ഓൾസോ ഫ്രം ഹിം ത്രൂ മീ. ഞാനിത് വാങ്ങിച്ച് സാങ്ഷൻ ചെയ്താണ്. ഇറ്റ് ഈസ് മൈ സെലക്ഷൻ. But approved and sanctioned by your husband, okay? Documents. സന്തോഷമുള്ള കാര്യം അതിനോട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിനകത്ത് ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് വെച്ചാൽ ഹി ഓഫേർഡ് കോഫി ആൻഡ് ബോഡി പറഞ്ഞു. ഇനി കഴിക്കാൻ പോകുന്ന ഹാപ്പി ബോഡിയും അമ്മ കൊറേ ആരുടെ ബർത്ത്ഡേയാണ്. അപ്പൊ ഞാൻ എന്റെ ആണെന്ന് വിചാരിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ചായയും കാപ്പിയും ബോഡിയും കൊടുക്കുക ലാസ്റ്റ് ഡേയില് അവിടെ കൊടുക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർക്കാണ് കേക്ക് അഭിപ്രായമോ അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ അവിടെയും ഞാൻ പറഞ്ഞത് അമ്മ കയറി വരുവാണ് ഞാൻ പറയാം. പെണ്ണുങ്ങളായതുകൊണ്ട് എനിക്ക് പറഞ്ഞു എന്നാലും എനിക്ക് രണ്ടുമൂന്ന് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആൻഡ് ദിസ് ബിയർ ഐഡിയ വാസ് ഫ്രം ജിൻഡോ സാർ. ജിൻഡോ സാർ പറഞ്ഞ ഒരു മൺമോ ആയിട്ട് അത് കൊടുക്കാൻ വായിക്കട്ടെ. അപ്പൊ ലവ് സർപ്രൈസ് ഒക്കെ നല്ല നല്ല രസമാണല്ലോ. അപ്പൊ ഈ കേക്ക് എല്ലാവർക്കും കൂടെ മുറിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് പരമാവധി മുറിക്കാം. എല്ലാവർക്കും ബോളിയും ചായയൊക്കെ കുടിക്കാം. അപ്പൊ അപ്പൊ ഞാൻ നാളേക്ക് ഒന്നുകൂടെ നമുക്ക് മീറ്റ് ചെയ്യാം. ഞാൻ താമസിച്ചിട്ടുള്ള നേരത്തെ വരും, അന്ന് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇത് ജസ്റ്റ് വാസ് ഫോർ ദിസ് സർപ്രൈസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് വിഷസ് ആൻഡ് പ്രേയേഴ്സ് ഫോർ യുവർ ബ്യൂട്ടിഫുൾ ഫാമിലി ആൻഡ് ലെറ്റ് ദ love continue till the last week. Okay. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഫോട്ടോ എടുത്ത്